ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം നിലയിലൂടെയാണ് ഇന്ത്യൻ ഫുട്ബോളും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ISL എന്ന് തുടങ്ങും എന്ന കാര്യത്തിൽ ഇതുവരെ ഉറപ്പുകൾ ഒന്നും ലഭിച്ചിട്ടില്ല. ഐ ലീഗിൻ്റെ കാര്യത്തിൽ ഉറപ്പുകളില്ല. ഇന്ത്യൻ ഫുട്ബോൾ ആവട്ടെ വളരെ മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയങ്ങളിലൊക്കെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും പ്രസിഡന്റായ കല്യാൺ ചൗബേക്കും വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന ഒരു സമയമാണ് ഇത്. ഇതിന് പിന്നാലെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെതിരെ വലിയ ഒരു അഴിമതി ആരോപണമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. റവ് സ്പോർട്സ് ഗ്ലോബലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ലെജൻഡായ ബൈചൂങ് ബൂട്ടിയ ഉൾപ്പെടെയുള്ളവർ ഇത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് 2024-25 സീസണിലേക്കുള്ള ഗ്രാസ് റൂട്ട് ഡെവലപ്മെന്റ് ബജറ്റ് ഫെഡറേഷൻ കുറക്കുകയാണ് ചെയ്തിരുന്നത്. 1 കോടി രൂപയുള്ളത് കേവലം 22 ലക്ഷമായിക്കൊണ്ടാണ് ഈ ബജറ്റ് അവർ കുറച്ചിട്ടുള്ളത്. എന്നാൽ ഇതിന് പിറകിൽ വലിയ അഴിമതി നടക്കുന്നുണ്ട് എന്നാണ് ആരോപണങ്ങൾ. അതായത് ഫിഫയിൽ നിന്നും AFCയിൽ നിന്നുമൊക്കെ വലിയ ഒരു തുകയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് ഇപ്പോൾ ലഭിക്കുന്നത്. ഫിഫ ആദ്യം നൽകിയിരുന്നത് 16.21 കോടി രൂപയായിരുന്നു. അതിപ്പോൾ 21.16 കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. AFC ആദ്യം നൽകിയിരുന്നത് 9.10 കോടി രൂപയായിരുന്നു. അതിപ്പോൾ 10.91 കോടി രൂപയായി മാറിയിട്ടുണ്ട്. ഇത്രയും വലിയ ഒരു തുകയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് ലഭിക്കുന്നത്. എന്നാൽ അവർ ചിലവഴിക്കുന്ന തുക കുറക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 1 കോടി രൂപയുള്ളത് കേവലം 22 ലക്ഷമായി കുറച്ചിട്ടുണ്ട്. ഈ ബാക്കിയുള്ള പണമൊക്കെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എന്ത് ചെയ്യുന്നു എന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. റവ് സ്പോർട്സ് ഗ്ലോബൽ ഇത് റിപ്പോർട്ട് ചെയ്തു. അതിന് പിന്നാലെ ബൈചൂങ് ബൂട്ടിയയും ഇത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയൊരു അഴിമതി ആരോപണമാണ് ഇപ്പോൾ ഇവർ നേരിടുന്നത്. ഈ പണം എവിടേക്ക് പോകുന്നു എന്ന കാര്യത്തിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു ക്ലാരിറ്റി നൽകണം എന്നാണ് ഇപ്പോൾ എല്ലാവരും ആവശ്യപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.